വത്തിക്കാനിൽ വളരെ ശോകമൂകമായ ഒരവസ്ഥയിലൂടെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലാണുള്ളത്. ഇവിടെ ഒത്തിരിയേറെ ജനങ്ങൾ തടിച്ചുകൂടുകയും ഫ്രാൻസിസ് പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞ നിമിഷം തൊട്ട് ഇവിടെ ഒരുപാട് പേര് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്ന ഇന്നലെ ഈ ബസിലിക്കയുടെ ഈ വത്തിക്കാൻ സ്ക്വയറിൽ ഫ്രാൻസിസ് പാപ്പ വരികയും ഊർബി എത്ത് ഓർബീസ് എന്ന് പറഞ്ഞ ആശീർവാദം നൽകുകയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെ ആശീർവദിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ പരിമിതമായിരുന്നെങ്കിലും ക്ഷീണിതമായിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളെ എല്ലാവരെയും സന്ദർശിക്കുകയും അതുപോലെ തന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ പോലും തീരെ അവശനായിരുന്നിട്ട് പോലും ഇടയ്ക്ക് കുട്ടികളെയൊക്കെ എടുത്ത് ആശീർവദിക്കുകയും അതുപോലെ തന്നെ രോഗികളൊക്കെ വീൽ ചെയറിൽ ഇരുന്നിടത്തെല്ലാം അവിടെയെല്ലാം പോയി ഫ്രാൻസിസ് പാപ്പ അവരെല്ലാം ആശീർവദിച്ച് കടന്നുപോയ ഒരു നിമിഷമാണ് ഇന്നലെ ഈ വത്തിക്കാൻ സ്ക്വയറിൽ നടന്നത്. ഇന്നിവിടെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഫ്രാൻസിസ് പാപ്പയുടെ മരണവിവരം ഇന്ന് രാവിലെ 7:35 മരിച്ചതിന് ശേഷം 9:45 ഇവിടുത്തെ കർദിനാൾമാര് അത് അറിയിക്കുകയും അതിനുശേഷം ഈ വത്തിക്കാൻ സ്ക്വയറിലേക്ക് അനേകര് ഒഴുകി വരികയാണ്. അപ്പൊ ഇന്നലെ വത്തിക്കാനിൽ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്: ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യം ക്ഷീണിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് വളരെ ശക്തിയുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും വളരെ പ്രസന്നതയോടുകൂടിയും വളരെ താല്പര്യത്തോടുകൂടിയും ജനങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി നല്ല ഒരു ഇടയന്റെ മാതൃക നൽകി കടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ആകസ്മികമായി ഈ മരണം എല്ലാവർക്കും അറിയാമെന്ന് ഫ്രാൻസിസ് പാപ്പ ക്ഷീണിതനാണ്, രോഗാവസ്ഥയിലാണ്. എങ്കിലും ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഫ്രാൻസിസ് പാപ്പയുടെ ഈ ബസിലിക്കയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, വത്തിക്കാനിലുള്ള ബസിലിക്കയിലേക്ക്. ഫാദർ, അങ്ങ് നിരവധി വർഷങ്ങളായിട്ട് ഇറ്റലിയിൽ ഉള്ളതാണ്. അങ്ങേക്ക് ഒരു പക്ഷേ അവിടുത്തെ ഒരു ജനങ്ങളുടെ ഈ വത്തിക്കാനുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ച് അങ്ങേക്ക് കൃത്യമായ ധാരണയുള്ളതാണ്. എങ്ങനെയാണ് ഇനി അവിടെയുള്ള നടപടിക്രമങ്ങൾ എന്നാണ് തോന്നുന്നത്? അതെ, നമുക്കറിയാം, ഇത് പരമ്പരാഗത രീതി അനുസരിച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ സാധാ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് പോലെ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ നവീകരിച്ച ഒരു ആരാധനക്രമമുണ്ട്. ഈ മരിച്ച മാർപ്പാപ്പമാരെ അടക്കം ചെയ്യാനുള്ള ആ ക്രമം അനുസരിച്ചായിരിക്കും. അത് ഫ്രാൻസിസ് പാപ്പ തന്നെ 2024 അംഗീകരിച്ച ഒരു ടെക്സ്റ്റ് ആണ്. അതനുസരിച്ചായിരിക്കും ഇപ്രാവശ്യം ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടക്കത്തെ കുറിച്ചുള്ളത് ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം 100-ലധികം തവണ ഫ്രാൻസിസ് പാപ്പ സന്ദർശിച്ചിരുന്ന മരിയ മജോറെ എന്ന് പറഞ്ഞ ബസിലിക്കയിൽ തന്നെ ആയിരിക്കും ഫ്രാൻസിസ് പാപ്പയെ അടക്കാനുള്ള സാധ്യതയും താല്പര്യവും ഫ്രാൻസിസ് പാപ്പ അറിയിച്ചിരുന്നത്. അവിടെ നമുക്കറിയാം, ഓരോ വിദേശയാത്ര നടത്തുമ്പോഴും ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലെ ഓരോ വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോഴും ഫ്രാൻസിസ് പാപ്പ ഈ ബസിലിക്കയിൽ മാതാവിന്റെ മുന്നിൽ പോയി പൂക്കൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ബസിലിക്കയിൽ തന്നെയായിരിക്കും അദ്ദേഹം അന്തിമവിശ്രമം നൽകുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരുപാട് ചടങ്ങുകളുണ്ട്. ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. അതുപോലെ തന്നെ ഇവിടെ പൊതു ദർശനം ഉണ്ടാവും അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തെ കുറിച്ചുള്ള അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സമയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിലെ ആചാരങ്ങളും ക്രമങ്ങളും നടക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രാൻസിസ് പാപ്പ 7:35 മരിച്ച സമയം, ആ സമയത്ത് വത്തിക്കാന്റെ ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടർ വന്ന് ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള മാർപ്പാപ്പയുടെ മോതിരം അദ്ദേഹത്തെ കമർലെങ്കോ എന്ന് പറഞ്ഞ കർദിനാള് വന്ന് അത് ഊരിയെടുക്കുകയും പിന്നീട് അത് നശിപ്പിക്കുകയും ചെയ്യും. കാരണം ഫ്രാൻസിസ് പാപ്പയുടെ ഓരോ മാർപ്പാപ്പമാരുടെയും മോതിരം വെച്ചാണ് ഓരോ ഒഫീഷ്യൽ ഡോക്യുമെന്റ് മുദ്ര ചെയ്യുന്നത്. ഇപ്പൊ പുതിയൊരു പാപ്പ വരുമ്പോൾ പുതിയൊരു മോതിരമാണ് നൽകാറുള്ളത്. അപ്പൊ ഈ പഴയ മോതിരം നശിപ്പിക്കുകയും ചെയ്യും. അതപ്പോ ഊരിയെടുക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ശവസംസ്കാര പെട്ടിയിലാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചാപ്പലില് സന്ദർശനത്തിനൊക്കെ ആയിട്ട് വെക്കുകയും പിന്നീട് ഇവിടെ പൊതുവായിട്ട് ഒരു വിശുദ്ധ കുർബാന വെക്കുകയും
ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയും പൊതുജനത്തിനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം കാണുവാനുള്ള അവസരങ്ങൾ വത്തിക്കാൻ ഒരുക്കുകയുമാണ് ചെയ്യുന്നത്.